ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിറ്റ്ചാറ്റാണ്. എൻ്റെ കൂടെ ഉള്ളത് ടിജോ തോമസ്. അതായത് കേരളത്തിൽ സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ കയറിയ ആ സമയത്തും അതിനെ തുടർന്ന് ഇപ്പോഴും അതിൻ്റെ വലിയ ഡിസ്കഷനാണ്. അതായത് പെൻഡക്കോസ്റ്റൽ രീതിയിൽ ടിജോ തോമസ്, അടൂർ സ്വദേശിയാണ്, പത്തനംതിട്ട. ഇദ്ദേഹം നടത്തിയൊരു പ്രൊഫസിയുണ്ട്. അതായത് തൃക്കാക്കര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനെ ഇദ്ദേഹം കാണുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രയറിൽ സതീശനായിരിക്കും അടുത്ത പ്രാവശ്യം 100 അധികം സീറ്റോടുകൂടി മുഖ്യമന്ത്രിയായിട്ട് വരും എന്ന് ടിജോ തോമസ് പ്രവചനം നടത്തി. അതിനെ തുടർന്ന് പല രീതിയിലുള്ള ഡിസ്കഷനും ചർച്ചകളും പല ആംഗിളുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പം ചില ആൾക്കാർ പറയുന്നു ഇത് നിർമ്മിതമാണ്, മറ്റുള്ള പല ആൾക്കാരും മറ്റു പല രീതിയിൽ പറയുന്നു. ഇപ്പം ടിജോ ഡൽഹിയിലുണ്ട്. അപ്പം ടിജോയുമായിട്ട് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ജേർണലിസ്റ്റിക്കൽ വേ, സ്പിരിച്വൽ വേ അല്ല, നമുക്ക് ചോദിച്ചു. ടിജോ സ്വാഗതം. ടിജോ എന്താ പ്രവചിച്ചേ? സതീശൻ മുഖ്യമന്ത്രിയാകുമോ, അത് 100 സീറ്റ് കയറി വരും? എന്താ സംഭവം? എന്താ പറഞ്ഞത്? ഇത് പറയുമ്പോൾ സാറിനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ അതിനെക്കുറിച്ച് എൻക്വയറി നടത്താതെ എന്നെ കൊണ്ടുവന്നിരുത്തി ഇൻ്റർവ്യൂ നടത്തത്തില്ലെന്ന് എനിക്കറിയാം. അദ്ദേഹം തൃക്കാക്കര ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരികയും ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാറായിരിക്കുമെന്നും അത് 100-ലധികം സീറ്റോടെ വരുമെന്നും ഏറ്റവും കൂടുതൽ മന്ത്രിമാർ തോറ്റുപോകുന്ന ഇലക്ഷൻ അതായിരിക്കുമെന്നും അദ്ദേഹത്തിനടുത്ത് അന്ന് പറഞ്ഞു. പലതവണ ഇത് ആവർത്തിച്ചിരുന്നു. ഒരു കാര്യം അതിൻ്റെ അകത്ത് ഇടപെടുകയാണ്. ഈ ബേസിക്കലി സതീശനെ അവിടെ കാണാനുണ്ടായ കാരണം എന്ത്? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൃക്കാക്കരയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് വന്നത്. അത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഷോബി ചാക്കോ എന്ന് പറഞ്ഞ അദ്ദേഹം ആയിട്ട് സംസാരിച്ച് ചർച്ചുകളുമായി കണക്ട് ചെയ്ത് തൃക്കാക്കര ഏതാണ്ട് 25,000-ലധികം പെന്തക്കോസ്റ്റൽ വിശ്വാസികളുണ്ട് ആ നിയോജക മണ്ഡലത്തിൽ. എല്ലാം വലിയ ചർച്ചുകൾ ആ മണ്ഡലത്തിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പാസ്റ്റേഴ്സിനെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തുന്ന കൂട്ടത്തിലാണ് ഞാനും അതിനകത്ത് ക്ഷണിക്കപ്പെട്ട് ചെന്നത്. അപ്പം പിന്നീട് ഞാൻ അറിയാൻ സാധിക്കേണ്ട, എനിക്ക് സത്യം അറിയത്തില്ല, ടിജോ അവിടെ ഈ സതീശനോട് പറഞ്ഞിരുന്നു, അതായത് വരാൻ പോകുന്ന 2-3 പ്രാവശ്യം അടുപ്പിച്ച് സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന്? അദ്ദേഹം കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ വളരെ അത് ആയിരിക്കുന്ന കാരണം ഒരു ജേർണലിസ്റ്റിന് അറിയാനുള്ള താല്പര്യമുണ്ട്. കാരണം ഇനി ഏകദേശം 15 വർഷം സതീശനാണോ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം, ഈ സംഭവം ഉണ്ടായോ? ഇങ്ങനത്തെ സംഭവം അടുപ്പിച്ച് 15 വർഷമൊന്നും തീർത്തു പറഞ്ഞില്ല. അദ്ദേഹം ആയിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇരിക്കുന്ന ആൾ അദ്ദേഹമായിരിക്കുമെന്ന്. ഇനി ടെക്നിക്കലൊക്കെ എന്ത് ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്ത്? ഈ പ്രവചനം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പറയുന്ന അസ്ട്രോളജിയാണ്. എന്ത് ബേസിക്കലി ഇതെന്ത് സംഭവം? അസ്ട്രോളജിയും പ്രവചനവും ഈ ക്രിസ്തീയ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം സാറേ, അസ്ട്രോളജി ഈ ഗ്രഹങ്ങളെയും നാളും ഡേറ്റും ഒക്കെ വെച്ച് അവരുടെ എക്സ്പീരിയൻസും അവരുടെ അറിവും എല്ലാം വെച്ചിട്ട് കണക്ക് കൂട്ടി പറയുന്ന സാധനമാണ് അസ്ട്രോളജി. അതിനകത്ത് ആളിൻ്റെ അറിവും ആളിൻ്റെ പെർഫോമൻസും ഒക്കെയാണ് അതിനകത്ത് ശരിയാകുന്നതും അതിൻ്റെ 100% പെർഫെക്റ്റിലേക്ക് പോകുന്നത്. ക്രിസ്തീയ പ്രോഫസി എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമുക്ക് കിട്ടുകയും, അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബിബ്ലിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്, കിട്ടുകയും അതിനകത്ത് നമ്മൾ കാരണഭൂതരല്ല. നമ്മുടെ അറിവോ നമ്മുടെ ബുദ്ധിയോ നമ്മൾ എത്രത്തോളം ഇതിനെക്കുറിച്ച് ജ്ഞാനം ഉണ്ടോ വിഷയമല്ല. അത് ദൈവാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രേരണയുടെ ഭാഗം. അതായത് ഇത് കംപ്ലീറ്റ് സ്പിരിച്വലാണ്. അല്ലാതെ ഇതിനകത്ത് ഈ പറയുന്ന കാൽക്കുലേഷൻ പറ്റില്ല. 100% സ്പിരിച്വലാണ്. 100% സ്പിരിച്വലാണ്. ഓക്കെ. ഇതേപോലെ ഞാൻ മറ്റ് പല സോഴ്സിൽ നിന്നും അറിയാൻ സാധിച്ചു, താങ്കൾ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അഖിലേഷ് യാദവിന് ഏറ്റവും കൂടുതൽ അവിടെ SP-ക്ക് സമാജ്വാദി പാർട്ടിക്ക് സീറ്റുകൾ കിട്ടുമെന്ന് അദ്ദേഹത്തോട് പോയി പ്രവചിച്ചു, അദ്ദേഹത്തെ കണ്ടു, പ്രാർത്ഥിച്ചു. അതെന്താ സംഭവിച്ചത്? എന്ത്? അത് ഇലക്ഷൻ ഒരു 8 മാസം മുമ്പ്
ഞങ്ങളുടെ ഒരു സുഹൃത്ത് അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡർ ജോ ആൻ്റണി എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹം മലയാളിയാണ്, കൊച്ചിക്കാരനാണ്. പക്ഷെ ആ പാർട്ടിയുടെ കീ ആളാണ് അദ്ദേഹം. മുലായം സിംഗ് സാറിൻ്റെ മുതൽ ഈ ജോ ആൻ്റണിയാണ് ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് അവിടെ നടന്നപ്പോൾ എന്നോട് ചോദിച്ചു, അഖിലേഷ് ജിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന്. അന്നേരം അങ്ങനെ ഞാനത് സമ്മതിച്ച് ചെന്നു. അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ഇരുത്തി. അദ്ദേഹത്തിന് എനിക്കൊന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ പ്രാർത്ഥന. അച്ഛന്മാരെയും തിരുമേനിമാരെയും കണ്ടെങ്കിൽ ഇങ്ങനെ പ്രേയറിൽ അദ്ദേഹം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ലക്നൌവിലായിരുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് പറയുകയും അതിനകത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് UP-യിൽ നിങ്ങൾക്കൊരു അപ്രമാദിത്വം ലഭിക്കും അന്നത് പറയുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് എന്നോട് പലരും ഇത് വിഡ്ഢിത്തരമാണ് പറഞ്ഞത്, കാരണം അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന്. കാരണം എങ്ങനെ ആയിരുന്നു ബേസിക്കലി ഇതിൻ്റെ അകത്ത്? കാരണം ഒരു കാരണവശാലും കാരണം അവർ 300 സീറ്റ് BJP കാൽക്കുലേറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ വരുന്നത് UP എന്നാണ്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിയത്. അഖിലേഷിന്റെ പാർട്ടിക്ക്, സമാജ്വാദി പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് UP. BJP അതിന്റെ പുറകിൽ പോയി. അതാണ്. അന്നേരം ഇത് അവിടെ വെച്ച് പ്രാർത്ഥിക്കാനും പറയാനും ഇടവന്നു. അതാണ് അവിടെ ഉണ്ടായ ഒരു അനുഭവം. അത് ആ സമയത്ത് പാസ്റ്റർ അനിസൻ എന്ന് പറഞ്ഞ് മലയാളികൾക്കെല്ലാം അറിയാവുന്ന അദ്ദേഹവും ഈ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. ഈ ജോസാർ ഉണ്ടായിരുന്നു, ശോഭി ചാക്കോ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയാണ് ഈ സംഭവത്തിന് അവിടെ ഉണ്ടായത് പ്രാർത്ഥന. ഓക്കെ. അതേപോലെ തന്നെ ഈ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അപ്പം അവിടെയും താങ്കൾ പോയി ഇതേപോലെ അമേരിക്കയിൽ പോയി അദ്ദേഹത്തോടും പ്രവചനം നടത്തിയെന്നോ? എന്തു സംഭവം? എന്തുവാ? ഞാൻ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ഷനിലുള്ള ഒരു മേയർ അവിടെ ഉണ്ടായിരുന്നു, ലേഡിയാണ്. അവർ ഈ പ്രവചന ശുശ്രൂഷയും ഇംഗ്ലീഷ് ചർച്ചാണ്, വലിയ ഇംഗ്ലീഷ് ചർച്ചാണ്. അവിടുത്തെ ശുശ്രൂഷയെ കണ്ടപ്പോൾ അവർക്കൊരാഗ്രഹം ഈ മൈക്ക് ഫ്ലിങ്കോമായിട്ട് കണക്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് അവർക്കൊരാഗ്രഹം. അവരും ഫ്രണ്ട്സാണ്. അങ്ങനെ എന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി കാലിഫോർണിയയിൽ എന്നെയും കേരളത്തിലുള്ള പാസ്റ്റർ രാജേഷ് മാത്യു എന്ന് പറയും, ജോഷുവ ജനറേഷൻ്റെ പാസ്റ്ററിനെയും, ഞങ്ങളുടെ ഒരു സുഹൃത്ത് അമേരിക്കയിലുണ്ട് കാലിഫോർണിയയിൽ, ഒരു ജോൺ വെസ്ലി, ഞങ്ങളെല്ലാവരും കൂടെ അവിടെ അദ്ദേഹത്തിൻ്റെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടവന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് ഒരു ഇലക്ഷൻ്റെ പ്രചരണവും അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു അദ്ദേഹം ആ സമയത്ത് ആ പ്രാദേശികമായ എന്തോ ഒരു ക്രമീകരണം നടത്തുന്നുണ്ട്, എന്തോ വാദം, അവരുടെ പൊളിറ്റിക്സ്. അവരിലോടുള്ളൊരു ഗ്യാങ്ങിനകത്താണ് എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനിട വന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം കേട്ടു, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പെൻഡക്കോസ് സമൂഹം ഇത്രമാത്രം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ BD സതീശന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിന് കാരണക്കാരൻ പാസ്റ്ററാണ്. എന്തു പറയാനേ? അല്ല, ബേസിക്കലി എൻ്റെ ഒരു റീസൺ, കാരണം ഈ പ്രവചനമൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ട് മാറി. എനിക്ക് PD സതീശൻ സാറിനെ സംബന്ധിച്ച് അദ്ദേഹം ബൈബിള് എല്ലാ ദിവസവും വായിക്കുന്ന ആളാണ്, യേശുവിനെ ഇഷ്ടമുള്ള ആളാണ്, അപ്പോൾ തന്നെ ഇതൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളാണ്, എല്ലാ മതങ്ങളോടും വലിയ ഇഷ്ടമുള്ള ആളാണ്. പിന്നെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയോട് പൊതുവെ മുഖം മറച്ച് നിന്ന ലീഡർമാരെ പോലല്ല, അദ്ദേഹം ഇച്ചിരി ഓപ്പണാണ്. അദ്ദേഹത്തിനകത്ത് ഞാൻ ചോദിക്കട്ടെ, സതീശൻ ഈ റിവൈവൽ ഈ പരിപാടിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പ്രവചനമൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? 100% അദ്ദേഹം വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ അറിയാൻ സാധിച്ചു, VD സതീശൻ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം താങ്കളെയാണ് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചതെന്ന്. അന്ന് രാവിലെ ഞാനും പാസ്റ്റർ രാജേഷും ഇവിടെയാണ് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ കണ്ടോൺമെന്റ് ഹൗസിൽ. അങ്ങനെയാണ് പോകുന്നത്, ഇവിടുന്നാണ് പോകുന്നത്. അത് അദ്ദേഹത്തിന്റെ പേജിൽ തന്നെ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പം ബേസിക്കലി ഇത് മറ്റുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് താങ്കൾ വിളിച്ച് സംസാരിക്കാറുണ്ടോ? അതോ സതീശൻ പറഞ്ഞിട്ടുണ്ടോ മറ്റുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ല, അതൊരു അല്ലെങ്കിൽ മറ്റുള്ള മതവിശ്വാസികൾക്ക് അതൊരു ഇഷ്യൂ ആകാൻ സാധ്യതയില്ല. കാരണം സതീശനൊരു ലിബറലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നയാളല്ലേ. അല്ല, അദ്ദേഹത്തിന് തിരുമേനിമാരെ എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന്റെ സുഹൃത്ത്. ഒരു കാര്യം ഡയറക്റ്റ് ചോദിക്കുക, സതീശൻ പെന്തക്കോസ് വിശ്വാസിയാണോ അല്ലയോ? പെന്തക്കോസ് വിശ്വാസിയല്ല, ബൈബിൾ വിശ്വാസിയാണോ? ബൈബിൾ അദ്ദേഹം വിശ്വസിക്കുന്നു. ക്രൈസ്റ്റിനെ വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്ന ആളാണ്. കറക്റ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ഇന്ത്യയെ പറ്റിയുള്ള ടിറ്റോയുടെ പ്രവചനം എന്താണ്? ഇന്ത്യയിൽ ഒരു വലിയ നമ്മുടെ ഭാഷ റിവൈവലിന്റെ സമയമാണെന്നാണ് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ഈ ഇപ്പോഴത്തെ പല സംസ്ഥാനങ്ങളിലും ഈ നിയമത്താൽ ഇതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ സാറ് അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് സംഭവിച്ചേക്കുന്നത്. അതിനു മുമ്പ് ഇത്രയും ഗ്രോത്ത് ഇല്ല. ഇപ്പം നോർത്തിലേക്ക് സഞ്ചരിച്ചാൽ വലിയ മെഗാ ചർച്ചുകളൊന്നും തന്നെ ഇല്ല. ഈ 10 വർഷം കൊണ്ട് സംഭവിച്ച ഇത്രയും പീഡനവും ഇത്രയും പ്രശ്നവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് അതിശക്തമായി എല്ലാവരുടെയും കൺട്രോളിൽ നിന്ന് പോകത്തക്ക രീതിയിൽ വലിയ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഇന്ത്യൻ സഭയുടെ ഒരു നേരമാണെന്നാണ്. അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന പെർസിക്യൂഷൻ എന്നൊക്കെ പറയുന്ന സംഭവം ഇത് വളർച്ചയുടെ ഇതാണോ കാണിക്കുന്നത്? നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതാണ് അതിന്റെ സത്യവും നല്ലത്. വേറെ എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് ഛത്തീസ്ഗഡ് വലിയ നിയമത്താൽ തടഞ്ഞു വെച്ചേക്കുന്ന സ്ഥലമാണ്. അവിടെ വലിയ ചർച്ചകളില്ല. നേരത്തെയൊക്കെ പോകുമ്പോൾ 100 പേരുടെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് ഇന്ന് 10,000, 25,000, 1,00,000 പേരേക്ക് നിസ്സാരമായിട്ട് അവിടെ കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കുന്നു. അതായത് അതുപോലെ പെട്ടെന്ന് കൂടുന്നു. അത് കാരണം നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല, പെട്ടെന്നാണ് അത് ഞാനും കണ്ടത്. കാരണം ഞാനും അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ചെറിയ സംഭവമല്ല അവിടെ നടന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് അവിടെ നടത്തി ഒരു 10 ദിവസം കൊണ്ട് അതിനെ അവർ കോർഡിനേറ്റ് ചെയ്തത് 3000 പാസ്റ്റേഴ്സ് ഛത്തീസ്ഗഡിൽ വന്നുകൂടി 3 ദിവസം താമസിച്ച് ആ കോൺഫറൻസ് പങ്കെടുത്തു. എനിക്ക് അത്ഭുതമാണ്. കേരളത്തിൽ ഇത് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ജയിലിൽ പിടിച്ചിടുമെന്നുള്ള സ്ഥലത്ത് ഇത്ര ഈസി ആയിട്ട് അവർ ചെയ്തു. അതായത് ഇത് ഇന്ത്യയുടെ ഒരു റിവൈവൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ ടിജോ, ഈ താങ്കൾക്ക് നോർത്ത് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട്. ഈ പഞ്ചാബിലും UP-യിലും ഒറീസയിലൊക്കെ ഇവിടെയൊക്കെ ബേസിക്കലി എന്തോ റിവൈവലാണ് നടക്കുന്നത്. ബേസിക്കലി 100% റിവൈവ്. ഇപ്പം പഞ്ചാബിൻ്റെ ഒരു വലിയ ഇപ്പം ജലന്ധർ പോലൊരു സ്ഥലത്ത് ലക്ഷങ്ങളാണ് സാറേ കൂടുന്നത്. അത് കറക്റ്റ്. അതും പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവിടെ ജനസമുദ്രം എല്ലാ ചർച്ചകളും വന്നു കഴിഞ്ഞു. അടുത്തത് ഒറീസയിൽ, ഇവിടെ എല്ലാം വലിയ ചർച്ച് ഗ്രോത്ത് സംഭവിക്കുന്നു. മറ്റ് ഇത്രയും തടസ്സവും ഇത്രയും നിയമത്താൽ പ്രഷർ ചെയ്ത് ടൈറ്റാക്കാൻ നോക്കുമ്പോൾ ഇത് വലിയ രീതിയിൽ പടർന്നു പന്തിലിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അതേപോലെ ഞാൻ ടിജോടെ ഇപ്പം പല മലയാളികളായ പാസ്റ്റേഴ്സും ഈ നോർത്ത് ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്തിട്ടവരൊക്കെ കാണാറുണ്ടായിരിക്കും. പക്ഷെ ഇവരൊക്കെ ഇതിന്ന് പിന്മാറാൻ തയ്യാറല്ല. നോ ടേണിംഗ് ബാക്ക് എന്നാണ് അവർ പോകുന്നത്. അതിൻ്റെ അകത്ത് അവർ ഉറച്ചു നിൽക്കും. നേരത്തെ ഇവർ ഭയന്ന് പോകുമായിരുന്നു. ഇപ്പോഴെന്താ ഒരു മാറ്റത്തിൻ്റെ കാരണം? ഈ റിസൾട്ടാണ് മെയിനായിട്ട്. ഈ മലയാളികൾക്ക് വലിയ പങ്ക് മലയാളി മിഷണറിമാർക്കാണ് സത്യത്തിൽ ഈ നോർത്തിലെ ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാ സ്ഥലത്തും വലിയ പങ്കുള്ളത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശീയരായ ആളുകൾ എഴുന്നേറ്റ് വന്ന് അവരിതിനെ ടേക്ക് ഓവർ ചെയ്തപ്പോൾ സംഭവിച്ചത് മലയാളികളായിട്ടുള്ള മിഷണറിമാർ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നൊരു ഘട്ടത്തിലോട്ടത് മാറി. പിന്നെ അവരതിനുവേണ്ടി ജീവിതം വിതച്ചവരാണ്. അന്നേരം അവർ അതിനകത്തുനിന്ന് പിന്മാറുന്ന നിയമത്താലൊന്നും അവരെ മാറ്റാൻ പറ്റില്ല. അല്ല, ഏകദേശം 700-800ഓളം പേരാണ് ഈ ജയിലിൽ കിടന്നത്. പക്ഷെ ഇവരൊക്കെ വന്നിട്ട് ഇവർക്ക് യാതൊരു മാറ്റവും ഇല്ല. കുറച്ച് ആൾക്കാർ ഖർബാപ്പസിൽ പേടിച്ചു പോയെന്നല്ലാതെ അവരും തിരിച്ചു വരിക ആണ്. അപ്പൊ ഇതെന്തുവാണ് ഇതിന്റെ ബേസിക് കാരണം? അതായത് എന്തുവാ ടിജോ കാണുന്നത്? ഇത് റിവൈവലാണ്? എന്താ ഇതിന്റെ
ഇതെന്താണ് ഇത് എന്തായിട്ട് സിംബലൈസ് ചെയ്യുന്ന കാര്യം? ഇത് റിവൈവൽ എന്നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും സാർ? ഇപ്പോൾ എൻ്റെ കുറേ സ്നേഹിതർ UP-യിലുണ്ട്. അവരെ പിടിച്ച് ജയിലിലിട്ടു. 9 മാസം ജയിലിലായിരുന്നു. അതിനകത്ത് അവരുടെ മക്കളൊക്കെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ വന്നാണ് അറസ്റ്റ് ഭയന്ന് നിന്നത്. അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് അവർ തിരിച്ചു വരുമ്പോൾ സംഭവിക്കുന്നത് പഴയതുപോലെ തന്നെ ചർച്ച. ഞാൻ വിചാരിച്ചവരെല്ലാം തിരിച്ചു പോകുന്നു. അന്നേരം അവർ ആ പഴയതുപോലെ അവർ ഈ കണ്ട യേശുവിനെ അവർ കളയാൻ തയ്യാറല്ല. പിന്നെ കർവാപ്പസിയിലൂടെ കുറച്ച് പേര് കാണിക്കുന്ന അവർ പോലും അന്നാരത്തെ ഭയത്തിൽ കുറച്ച് പേര് പാവങ്ങൾ, വളരെ സാധുക്കളായിട്ടുള്ള പുതിയ ആളുകൾ അവരൊന്ന് കാണിച്ചെങ്കിലും അവർ മനസ്സല്ലേ ഇവിടെ തന്നെയാണ്. കാരണം അത് ഞാൻ ഒറീസയെ കണ്ടത്, കർവാപ്പതി പോയിട്ട് എല്ലാവരും കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചങ്ങ് പോവുക. തിരിച്ചു വരും. കാരണം ഞാൻ ഈ സൂററ്റിലും ടാപ്പിയിലും വാപ്പിയിലും ഒക്കെ കണ്ടത്. കാരണം അതിൻ്റെ അകത്ത് യാതൊരു ഒരു പ്രാവശ്യം നമ്മുടെ വിശ്വാസം, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച് കിട്ടിയവന്, പിന്നെ അത് ഒറിജിനലായിട്ട് കിട്ടിയവന് പിന്നെ ഇത് കളയാൻ പറ്റില്ല. അത് എവിടെങ്കിലും ഒക്കെ വെച്ച് അവൻ തിരിച്ചു. കാര്യം ചോദിക്കട്ടെ, ഈ കാത്തലിക് സഭയും പെൻഡക്കോസ്റ്റ് സഭയും തമ്മിലുള്ള, കാരണം കാത്തലിക് സഭ വളരെയധികം പുറകിലോട്ട് പോയി, പെൻഡക്കോസ്റ്റ് മൂവ്മെന്റ് ഭയങ്കരമായിട്ട് കയറി വന്നു. അതിന്റെ കാരണം എന്ത്? കാത്തലിക് ചർച്ച് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ലിബറലാണ്. ഇച്ചിരി കൂടെ സ്വാതന്ത്ര്യം ആരാധനയുടെയും പ്രവർത്തനങ്ങൾക്കുമൊക്കെ ലഭിക്കുന്നു എന്നതാണ് ഒരു പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ കാര്യം ചോദിക്കട്ടെ, കേരളത്തിലിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മെഗാ ചർച്ചുകളെല്ലാം മാറി ഹൗസ് ചർച്ചാണ് കൂടുതൽ ഉണ്ടാവുന്നത്. കേരളത്തിൽ ഇപ്പോൾ അത് സംഭവിക്കും. എന്തതിൻ്റെ കാരണം എന്ത്? അപ്പം ഈ പറയുന്ന ഈ തഗ്ഗു ബ്രദറും തോമസ് കുട്ടി ഹെവൻലി ഫീസ്റ്റ് അവരൊക്കെ അങ്ങ് തീർന്നു? ഇല്ലില്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, ഇവരൊക്കെ ഇത്രമാത്രം കബിളിപ്പീരും കച്ചവടത്തിലും പോകാൻ കാരണം എന്ത്? അല്ല, ഓപ്പണായിട്ട് പറയാം സംഭവം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അപ്പം അവർ വിശ്വാസത്തിലോട്ട് വരുമ്പോൾ ഈ പറയുന്ന തങ്കു ബ്രദർ പെട്രോൾ പമ്പ് ഉണ്ടാക്കാൻ പോകുന്നു, അതേപോലെ തന്നെ തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നുകൾ, വയഗ്ര പോലുള്ള സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലായ സാറ്, ഇവരെ പോലുള്ള ആളുകൾക്ക് നേരെ ഒരു 99% ആരോപണങ്ങളാണ് ഈ പറയുന്ന അറ്റാക്കിന് വേണ്ടി, ഇവരെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി ആരോപണങ്ങളാണ്. എന്നാൽ സൂപ്പർ മാർക്കറ്റ് പോലുള്ളതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് ബിസിനസ്സിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്നു. പക്ഷെ ആ ചർച്ചസ് കേരളത്തിൽ നടത്തിയ ഇമ്പാക്റ്റ് അതിശക്തമാണ്. അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ടൗണിലും ഇങ്ങനെ പ്രവർത്തനങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഹെവൻലി ഫീസ്റ്റിൻ്റെ പ്രവർത്തനം ഉള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാൻ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ചർച്ചിൻ്റെ കാര്യമല്ല, പൊതുവെ ഈ പറയുന്ന മെഗാ ചർച്ചകൾ മാറിയിട്ട് ഈ ഹോം ചർച്ച്, ഹൗസ് ചർച്ച് ഉണ്ടാക്കാൻ കാരണം എന്ത്? ഇപ്പോൾ തടസ്സങ്ങളാണോ കാര്യം? മറ്റേതാണെങ്കിൽ ഇപ്പം ഒരു 10,000, 20,000, 50,000 പേര് കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഈ ഹൗസ് ചർച്ചസ് നമ്പർ കുറയ്ക്കുമ്പോൾ മറ്റവർ കാണുന്നുമില്ല. അതാണിപ്പോൾ ഈ നോർത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുമില്ല, എന്നാൽ ഇത് അതിവേഗം വളരുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹൗസ് ചർച്ചിൻ്റെയാണ്. ഹൗസ് ചർച്ച് കൂടുതലും സൗത്തിൽ കൂടുതൽ ഇപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ടുണ്ട്. നോർത്തിലുമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം ഉള്ളിടത്ത് ഒരു പബ്ലിക്കായി വലുതായിട്ട് തന്നെ കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഹൗസ് ചർച്ചാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നത്. അതേപോലെ ഈ ന്യൂ ജനറേഷൻ്റെ അകത്ത് വിശ്വാസികളുടെ എണ്ണം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? അവിടെയാണ് കൂടുന്നത്. അതിൻ്റെ കാര്യം എന്ത്? ഈ നമ്മൾ കാത്തലിക്കും പെന്തക്കോസും പറഞ്ഞ പോലെ പെന്തക്കോസിനകത്തുനിന്ന് ഇച്ചിരി കൂടെ ലിബറലാണ്. ഇപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ, ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടും. ഇപ്പം മീശ, മുടി വെട്ടുന്നത്, ഇങ്ങനത്തെ എല്ലാത്തിനകത്തും പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി ആ പഴയ വാശി അവർ കാണിക്കും. ന്യൂ ജനറേഷൻ ചർച്ചസ് അതിനകത്ത് അത്രയും അതിൻ്റെ പുറകെ അതല്ല കാര്യം. ഒരാളുടെ സ്പിരിച്വാലിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു മൂടുകാരാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, പെന്തക്കോസ്തുകാർ രാഷ്ട്രീയത്തിൽ വരണോ വേണ്ടായ? ഞാൻ 100% വിശ്വസിക്കുന്ന വരണമെന്നാണ്. അതിൻ്റെ കാര്യം എന്ത്? അവരും ഒരു രാജ്യവും അത് രാജ്യത്തിൻ്റെ പൗരന്മാരും അത് സിസ്റ്റത്തിലും പോകുന്നവരായതുകൊണ്ട് 100% പൊളിറ്റിക്സും 100% ആ രാജ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരമായ കാര്യങ്ങളിലും
ഒരു പൗരൻ എന്ന നിലയിൽ ഇടപെടണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്.